കെ സുധാകരൻ രാജിവെക്കും. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് കെ സുധാകരൻ തൻ്റെ എം പി സ്ഥാനം രാജിവെക്കുവാനുള്ള സാധ്യത വളരെ വലുതായി കാണുന്നു. കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹം ഡൽഹിയിലാണ്. താൻ മത്സരിച്ചാൽ ഉജ്ജ്വല വിജയം നേടുമെന്നും അപ്രകാരം സംഭവിച്ചാൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് കെ സുധാകരൻ അവകാശിയാകുമെന്നും കരുതുന്ന വി ഡി സതീശൻ്റെയും സംഘത്തിൻ്റെയും ആ ഉപജാപക പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് കെ സുധാകരൻ അടക്കമുള്ള പ്രധാനപ്പെട്ട എം പിമാരെ ആരെയും മത്സരിപ്പിക്കത്തില്ല എന്ന തീരുമാനത്തിലേക്ക് വി ഡി സതീശനും സംഘവും എത്തിച്ചേർന്നത്. തങ്ങൾ തമ്മിലടിച്ചു നിന്നാൽ നമുക്ക് 2 പേർക്കും സാധ്യതയില്ലാതെ പോകും എന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒറ്റക്കെട്ടായി എം പിമാർ ആരും മത്സരിക്കാൻ പാടില്ല എന്ന നിലപാടിൽ അവർ നിൽക്കുകയാണ്. കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും ഇവരുടെ കൂടെ കൂടിയിട്ടുണ്ട്. അതിലൂടെ ഇവർ ലക്ഷ്യം വെക്കുന്നത് നിലവിലെ സാഹചര്യം അനുസരിച്ച് ഒരു ആന്റി ഇൻക്യുംബൻസി ഫാക്ടർ ശക്തമായി നിലനിൽക്കുമ്പോൾ യു ഡി എഫിന് ഭരണ തുടർച്ചയുണ്ടാകും, യു ഡി എഫിന് ഭരണം ലഭിക്കും. ആ ഭരണം ലഭിച്ചാൽ ഈ എം പി സ്ഥാനത്തുള്ളവർ ആ സ്ഥാനം രാജിവെച്ച് മത്സരിച്ചാൽ അവർ എം എൽ എമാരായി മാറിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ആ അടിപിടി കൂടും എന്ന് മനസ്സിലാക്കിയാണ് അവർ കാലേക്കൂട്ടി ഇപ്രകാരം ചെയ്തത്. നിയമസഭയിൽ മത്സരിച്ചാൽ ഉറപ്പായും ജയിക്കുവാൻ സാധ്യതയുള്ള, അതല്ലെങ്കിൽ സുപ്രധാന പദവികൾ നൽകേണ്ടുന്ന ഷാഫി പറമ്പിൽ, അതുപോലെ കെ സുധാകരൻ അടക്കമുള്ളവരെ എം പിമാരായി മാറ്റി നിർത്തി ഒരു തരത്തിൽ അവരെ നാടുകടത്തി എന്ന് വേണം പറയുവാൻ. എം പിമാർ മത്സരിക്കാൻ പാടില്ല എന്നിവർ പറയുന്നതിൻ്റെ കാരണം ലോക്സഭയിൽ ഏതെങ്കിലും കാരണവശാൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി അവർ പരാജയപ്പെടുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം പോകും. അത് വളരെ അപകടകരമാണ് എന്നാണ് പറയുന്നത്. എന്നാൽ നമുക്കറിയാം, നിലവിലെ സാഹചര്യം അനുസരിച്ച് വളരെയേറെ അനുകൂലകരമായ ഒരു സാഹചര്യമായിരുന്നു യു ഡി എഫിന് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇവന്മാരുടെ തമ്മിലടിയും ഈ ചക്കുളത്തിപ്പോരും കൊണ്ട് മാത്രമാണ് പിണറായി വിജയനെതിരെയുള്ള ആ ഒരു ഭരണകൂട വിരുദ്ധ വികാരം അലിയുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇവരുടെ സാധ്യത ഇവർ തന്നെയാണ് തമ്മിലടിച്ച് കളയുന്നത് എന്ന യാഥാർത്ഥ്യം ഇവർക്കറിയാമെങ്കിലും ഓരോരുത്തരുടെയും സ്വന്തം താല്പര്യത്തിനു വേണ്ടിയും നിലനിൽപ്പിനു വേണ്ടിയും അവർ മറ്റെല്ലാം മറന്ന് നിൽക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കെ സുധാകരന്റെ കാര്യം നമുക്കറിയാം. കെ സുധാകരനെ വിമർശിക്കുവാൻ ഈ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും ഒക്കെ എന്ത് യോഗ്യതയാണുള്ളത്? കണ്ണൂർ എവിടെ കിടക്കുന്നു? എറണാകുളം അല്ലെങ്കിൽ ആലപ്പുഴ എവിടെ കിടക്കുന്നു? കണ്ണൂരിലെ രാഷ്ട്രീയ അവസ്ഥ നമുക്കറിയാം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരെ, ആ കമ്മ്യൂണിസ്റ്റ് നരനാട്ടിനെതിരെ തൻ്റെ പ്രവർത്തകരെയും അണികളെയും ചേർത്ത് നിർത്തി സംരക്ഷിച്ച് കണ്ണൂരിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേരോട്ടമുണ്ടാക്കിയ ഇന്നും സുധാകരൻ്റെ ആ നേതൃത്വത്തിലാണ് കണ്ണൂരിൽ ഈ പ്രസ്ഥാനം തന്നെ പിടിച്ചു നിൽക്കുന്നത്. എന്നാൽ വി ഡി സതീശൻ എന്ന് പറയുന്ന ഈ കതറുടയാതെ ഈ പുട്ടിയും മേക്കപ്പിട്ടും നടക്കുന്ന ഈ വി ഡി സതീശൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി എന്ത് ത്യാഗമാണ് സഹിച്ചിട്ടുള്ളത്? ഇയാൾ ഏതെങ്കിലും നല്ലൊരു സമരം പോലും നയിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും നല്ലൊരു പ്രതിഷേധം പോലും നടത്തിയിട്ടുണ്ടോ? അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല. ഇവരാണ് കെ സുധാകരനെ ഒതുക്കുവാൻ നോക്കുന്നത് എന്ന് പറയുമ്പോഴാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നത്. കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അദ്ദേഹത്തിന് 76 വയസ്സായി. ഇനിയും ഒരു അവസരം നിയമസഭയിലേക്ക് അദ്ദേഹത്തിന് ഈ അവസരം കഴിഞ്ഞാൽ വീണ്ടും ഒരു ടേണൂടെ കിട്ടുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് പ്രായാധിക്യമാകും, അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇത്രയും കഠിനാധ്വാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്നത്തിൽ നൽകുവാൻ സാധിക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കാൻ അനുവദിക്കുക, അദ്ദേഹത്തിന് നല്ലൊരു പദവി നൽകുക എന്നതാണ്. എന്നാൽ അതൊന്നും ഉണ്ടാകാതെ മന്ത്രിയായിരുന്ന കെ സുധാകരനെ രാജിവെപ്പിച്ച് എം പിയായി മത്സരിപ്പിക്കുന്നു. അദ്ദേഹം അതിൽ വിജയിക്കുന്നു. അതുപോലെ തന്നെ കെ പി സി സി അധ്യക്ഷന്റെ സ്ഥാനത്തിരുന്ന് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചപ്പോൾ
ഉപതെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷമുണ്ടാക്കി, പാലക്കാട്ടും മിന്നും വിജയമുണ്ടാക്കി, നിലമ്പൂരിലും വളരെ നല്ല വിജയമുണ്ടാക്കി. ഇപ്രകാരം ആ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയങ്ങളിലെല്ലാം സുധാകരന്റെ നേതൃത്വത്തിൽ ആ വിജയം കൈവരിച്ചപ്പോൾ അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് ഈ വി ഡി സതീശൻ ഏറ്റെടുത്തു. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തെ നിന്ന നിപ്പിൽ ആ KPCC അധ്യക്ഷന്റെ സ്ഥാനത്ത് നിന്നും അനാരോഗ്യം പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റി നിർത്തി. ഓർക്കുക, അനാരോഗ്യം എന്ന് പറഞ്ഞ് KPCC അധ്യക്ഷന്റെ പദവിയിൽ നിന്ന് മാറ്റിയ അദ്ദേഹം MP ആയി എവിടെയാണ് സേവനമനുഷ്ഠിക്കുന്നത്? ഡൽഹിയിൽ പോയി സേവനമനുഷ്ഠിക്കുന്നതാണോ, അതോ അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകത്തിൽ, സ്വന്തം നാട്ടിൽ, കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നതാണോ? അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ പരിഗണിച്ചാണ് എങ്കിൽ നല്ലത്. അപ്പോൾ ഇത് വെറും ഒരു തൊടുന്യായം എന്ന് അരിയാഹാരം കഴിക്കുന്ന ഏവർക്കും മനസ്സിലാവും. കെ സുധാകരനെ ഒതുക്കുവാൻ വേണ്ടി ചെയ്തതാണ് എന്ന് ഏവർക്കും അറിയാം. അന്ന് അദ്ദേഹത്തിനൊരു ഉറപ്പ് നൽകിയിരുന്നു, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കുമെന്നും അദ്ദേഹത്തിന് ഒരു മുഖ്യ സ്ഥാനം നൽകുമെന്നും വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ വാക്ക് തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ വി ഡി സതീശനും സംഘവും ഇദ്ദേഹത്തെ ഒതുക്കിയിരിക്കുന്നത്. കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അധികാരമോഹിയാണെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ പ്രതിയോഗിയായ പിണറായി വിജയന്റെ കാര്യം എടുത്തു നോക്കുക. കഴിഞ്ഞ 10 കൊല്ലം അദ്ദേഹം മുഖ്യമന്ത്രിയായി വാണു. മൂന്നാമതൊരവസരത്തിനും വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുന്നു. ആ അവസരത്തിലാണ് കെ സുധാകരനെ പോലെയുള്ള ഈ പ്രസ്ഥാനത്തിന്റെ നട്ടലുള്ള അഡ്രസ്സായ കെ സുധാകരനെ ഇവന്മാർ ഒതുക്കിക്കളയുവാൻ നോക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കെ സുധാകരനെ 76-കാരനായ സുധാകരനെ ഒതുക്കുവാൻ നോക്കുമ്പോഴാണ്, അനാരോഗ്യം പറഞ്ഞ അദ്ദേഹത്തെ ഒതുക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് 79-കാരനായ ജി സുധാകരന്റെ പിന്നാലെ ഇവന്മാർ വാലാട്ടിപ്പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് ഇരട്ടത്താപ്പ്. ഈ ഇരട്ടത്താപ്പിനെതിരെയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ സുധാകരന് അനുകൂലമായി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കെ സുധാകരൻ അർഹിക്കുന്ന, എല്ലാവർക്കും ഒരേ തരത്തിലുള്ള തീരുമാനമെടുക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും വേണ്ടി തെങ്ങിനും കമുകിനും ഒരേ സ്ലായ്പ് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പോലെ കെ സുധാകരന്റെ കാര്യത്തിൽ അവർ ഇപ്രകാരം ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കാണിക്കണമായിരുന്നു. അതല്ല എങ്കിൽ സുധാകരൻ സമ്മതിച്ചാലും പാർട്ടി പ്രവർത്തകർ അത് സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് സകലരെയും ഒതുക്കി ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന മിടുമിടുക്കരായ, ഒന്നോർക്കുക, നിയമസഭയിൽ ഉറച്ച ശബ്ദം കേൾക്കേണ്ടുന്ന, അല്ലെങ്കിൽ ഒരു മികവുറ്റ മന്ത്രിസഭ ഉണ്ടാകണമെങ്കിൽ അവിടെ മികവുറ്റ നേതാക്കന്മാർ വേണം. കെ സുധാകരനെ പോലെയുള്ള നട്ടലുള്ള നേതാക്കന്മാർ നിയമസഭയിൽ വരണം. ഷാഫി പറമ്പലിനെ പോലെയുള്ള മിടുക്കന്മാരായ യുവ നേതാക്കന്മാർ അവിടെ ഉണ്ടാവണം. അടൂർ പ്രകാശിനെ പോലെ അനുഭവ സമ്പത്തുള്ള നേതാക്കന്മാർ വേണം. ഇതുപോലെയുള്ള മികവുറ്റ ആളുകളെ കേരളത്തിൽ നിന്നും നാട് കടത്തിയ ശേഷം ഈ വി ഡി സതീശന്റെ സിൽബന്തികളെയും പെട്ടിചുമപ്പുകാരെയും അടിമകളെയും കുറ്റിച്ചൂലുകളെയും മത്സരിപ്പിച്ച് 5 കൊല്ലം ഇവന്മാർക്ക് പൂന്തു വിളയാടാം എന്ന ആ ലക്ഷ്യത്തെയാണ് കേരളത്തിലെ ജനങ്ങൾ പൊളിക്കേണ്ടുന്നത്. ഇപ്രകാരം ഒരു തീവട്ടി മന്ത്രിസഭയാണ് ഉണ്ടാകാൻ പോകുന്നതെങ്കിൽ പിണറായിയേക്കാളും നാറിയ ഭരണമായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഒറ്റ ദിവസം പോലും ഇവന്മാർ തമ്മിൽ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാവില്ല എന്നുറപ്പ്. ഒന്നോർക്കുക, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച് 3 ദിനങ്ങൾ പിന്നിട്ടിട്ടും ഇവർക്കൊരു കൃത്യമായ ലിസ്റ്റിൽ എത്തിച്ചേരുവാൻ സാധിച്ചിട്ടില്ല. ഇവർ കഴിഞ്ഞ 50 മണിക്കൂർ എടുത്ത് പുറത്തുവിട്ട ലിസ്റ്റ് നോക്കുക. അതിൽ 70% ആളുകളും തോൽക്കാൻ സാധ്യതയുള്ള പാഴുകളായിട്ടുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുവാനാണ് ഇവന്മാർ ഇത്രയും സമയമെടുത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ മിഷൻ 250യുടെ ഭാഗമായി കഴിഞ്ഞ 214 ദിവസമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. ഈ വി ഡി സതീശൻ പിണറായിക്ക് തുടർഭരണം ഒരുക്കുവാൻ ആയിരക്കണക്കിന് കോടികൾ അച്ചാരം വാങ്ങി, അതുപോലെ തന്നെ കേരളത്തിൽ പരമാവധി BJPക്ക് സീറ്റ് ഒരുക്കി കൊടുക്കുവാൻ, കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി, കോൺഗ്രസിന്റെ അടിവേരിറക്കുവാൻ വേണ്ടി 5000 കോടിയിലധികം BJP സർക്കാരിൽ നിന്നും വാങ്ങി 2 വള്ളത്തിലും കാലുവെച്ച് UDF എന്ന പ്രസ്ഥാനത്തെ തകർക്കുവാൻ ഇറങ്ങിയിരിക്കുന്ന കീടമാണ് ഈ വി ഡി സതീശൻ എന്ന് ഞങ്ങൾ പറയുന്നത്. ശരിവെക്കുന്ന പ്രവർത്തനങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട്ട് തന്നെ നോക്കുക. പാലക്കാട്ടെ ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞു, ഈ രമേഷ് പിഷാരടി എന്ന് പറയുന്ന കോമാളിയെ അല്ല ഞങ്ങൾക്ക് വേണ്ടുന്നത് എന്നവർ മുറവിളി കൂട്ടിയിട്ടും ജനങ്ങളുടെ ആ ഇംഗിതത്തിനെതിരെ വാശിയോടെയും വൈരാഗ്യത്തോടെയും അയാളെ അവിടെ കെട്ടിയിറക്കിയിരിക്കുകയാണ്. പാലക്കാട്ട് ഈ പാർട്ടിക്ക് വേണ്ടി കൊടിമരം ചുമന്നും അടികൊണ്ടും
ജയിലിൽ കിടന്നും കഠിനാധ്വാനം ചെയ്ത യൂത്ത് കോൺഗ്രസ് അതല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരെ ആരെയും കൺസിഡർ ചെയ്യാതെയാണ് ഒരു മിമിക്രി കലാകാരനെ അവിടെ കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ കെട്ടിയിറക്കിയത്. യാതൊരു സംശയവും വേണ്ട, പാലക്കാട്ടെ ജനാധിപത്യ വിശ്വാസികളായ കോൺഗ്രസ്സുകാർ തന്നെ ഇവനെ തോൽപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ശോഭാ സുരേന്ദ്രൻ പത്രികാ സമർപ്പണത്തിന് മുമ്പ് തന്നെ വിജയിയായി നമുക്ക് പ്രഖ്യാപിക്കുവാൻ സാധിക്കും. ഇതുകൊണ്ട് ഇവന്മാർക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, ഇതിവരുടെ പദ്ധതിയുടെ ഭാഗമാണ്. BJPക്ക് പരമാവധി സീറ്റ് ഒപ്പിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇവർ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാൻ നോക്കുകയാണ്. നോക്കുക, ഈ അവസാന നിമിഷം ഇനി 10-22 ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടത്തിയിടുന്ന സമയത്ത് പിണറായി സർക്കാരിൻ്റെ പോരായ്മകൾ ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യേണ്ടുന്ന ആ അവസരത്തിലാണ് ചക്കുളത്തി പോരുമായി ഉമ്മാർ കിടന്ന് തമ്മിലടിക്കുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കെ സുധാകരൻ, നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കെ സുധാകരനെ പരിഗണിച്ചില്ല എങ്കിൽ കെ സുധാകരൻ രാജിയിലേക്ക് പോകും. വരാൻ പോകുന്ന ദിവസങ്ങളിൽ അത് ഈ പ്രസ്ഥാനത്തെ വളരെയേറെ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ചൂടേറിയ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് പകരം കെ സുധാകരന്റെ രാജിയുമായി ബന്ധപ്പെട്ട ആ വിവാദത്തിലായിരിക്കും സകലതും മുങ്ങിത്താഴാൻ പോകുന്നത് എന്ന് ഇവന്മാർ മനസ്സിലാക്കുന്നില്ല. കെ സുധാകരന് സീറ്റ് നൽകി എന്ന് പറഞ്ഞ് കോൺഗ്രസിൽ ഒരു കലാപം ഉണ്ടാവില്ല. കാരണം കെ സുധാകരൻ ആരാണ് എന്ന് ഇവർക്കെല്ലാം നന്നായി അറിയാം. പക്ഷേ VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും ഈ കസേരമോഹികളായ ഈ അധികാര കൊതിയന്മാരായ ഇവന്മാരുടെ ഈ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി കെ സുധാകരനെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചാൽ ഇവിടെ വലിയ വിവാദമുണ്ടാകും, വലിയ പ്രത്യാഘാതമുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈഴവ വിരോധികളായ VD സതീശനും രമേശ് ചെന്നിത്തലയും ആ ഒരു നായർ ബെൽറ്റിൻ്റെ, ആ ഒരു നായർ ലോബിയുടെ താല്പര്യം സംരക്ഷിക്കുവാൻ വേണ്ടി മിടുമിടുക്കരായ ഈഴവരായ മുതിർന്ന നേതാക്കന്മാരെ എല്ലാം വെട്ടിയൊതുക്കി എന്ന് വേണം നമുക്ക് പറയാൻ. കെ സുധാകരൻ, അടൂർ പ്രകാശിനെ പോലെയുള്ളവർ വിജയിച്ചു വന്നാൽ ഒരു ഈഴവ മുഖ്യമന്ത്രി കേരളത്തിന് ഉണ്ടാവാൻ പാടില്ല എന്ന ഈ നായർ ലോബിയുടെ തിരക്കഥയ്ക്കനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. പക്ഷേ ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനസംഖ്യയുടെ ഏതാണ്ട് 9% താഴെ മാത്രം വരുന്ന ആ നായർ സമുദായത്തെ സുഖിപ്പിക്കുവാൻ വേണ്ടി ചെയ്താൽ ഏതാണ്ട് 23-26% വരെയുള്ള ഈഴവ സമുദായം ഇവിടെ ഉണ്ട് എന്ന യാഥാർത്ഥ്യം ഇവന്മാർ മറന്നുപോകുന്നു. ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും നിലവിലെ സാഹചര്യത്തിൽ ജയിക്കും എന്ന മനപ്പായസമുണ്ട് കഴിയുകയാണ് VD സതീശനും സംഘവും. എന്നാൽ കാര്യങ്ങൾ ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ നടത്തുന്ന ഒരു നിരീക്ഷണം അനുസരിച്ച് ഇവർ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങില്ല. കാര്യങ്ങൾ ഓരോ ദിവസവും കൈവിട്ടു പോവുകയാണ്. പിണറായി വിജയനും പാർട്ടിയും വളരെ അച്ചടക്കത്തോടെ കൃത്യമായി അവസരങ്ങൾ ഉണ്ടാക്കാതെ അവർ കൃത്യമായി എണ്ണയിട്ട ഒരു മെഷീൻ പോലെ അവർ കൃത്യമായി അവർ നടത്തിയ വികസന പരിപാടികൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പ്രവർത്തിക്കുകയാണ്. അതിനെ ഒന്ന് പ്രതിരോധിക്കാനോ കൗണ്ടർ ചെയ്യാനോ പോലും സാധിക്കാതെ സ്വന്തം പാർട്ടിയിലെ ചക്കുളത്തിപ്പോരുമായി അവർ ക്രിയേറ്റ് ചെയ്ത ആ നെറേറ്റീവ് ശരിയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ കോൺഗ്രസിലും UDFിലും ഇവന്മാർ തമ്മിലടിയാണ്. ഇവന്മാർ ജയിച്ചാലും ഇതുപോലെ തമ്മിലടിക്കുവാനേ നേരം കിട്ടത്തുള്ളൂ, ഇവിടെ ഒരു ഭരണം നടക്കില്ല എന്ന ആ നെറേറ്റീവിനെ സാധൂകരിക്കുന്ന രീതിയിൽ ഓരോ ദിവസവും ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം, ഉച്ചയോടുകൂടി കെ സുധാകരന് അനുകൂലമായ ഒരു നിലപാട് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചില്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കും. രാജിവെച്ച് തുടർന്നുള്ള തീരുമാനങ്ങൾ 2-3 ദിവസത്തിനുള്ളിൽ എന്താണ് എന്ന് പ്ലാൻ ചെയ്യുമെന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. കെ സുധാകരൻ രാജിയിലേക്ക് പോയാൽ യാതൊരു സംശയവും വേണ്ട, അത് UDFിനെ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത് ഇന്നലെ രാത്രിയിൽ കണ്ണൂരിൽ കെ സുധാകരനെ സ്നേഹിക്കുന്ന പ്രവർത്തകർ നടത്തിയ ആ പന്തം കൊളുത്തി പ്രകടനമാണ്, ആ പ്രതിഷേധമാണ്. പ്രതിഷേധം കണ്ട ശേഷം ഉടനെ മടങ്ങി വരാം.
ഇനി രാജ്മോഹൻ ഉണ്ണിത്താന് ഈ വിഷയത്തിലുള്ള പ്രതികരണം കണ്ട ശേഷം ഉടനെ മടങ്ങി വരാം. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയോ UDF ഒരു പ്രതിസന്ധിയിലാണെന്ന് വിശ്വസിക്കുന്നില്ല. ഞാൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കാരണം കേരളത്തിലെ പൊതുജന സമൂഹം കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണം അവസാനിപ്പിച്ച് UDFിൻ്റെ കരങ്ങളിലേക്ക് ഭരണം ഏൽപ്പിക്കാൻ കാത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എങ്ങനെയാണ് ഞാൻ ആത്മവിശ്വാസമില്ലാതെ സംസാരിക്കുന്നത്? എനിക്ക് പരിപൂർണമായ ഞാനിപ്പോൾ എത്രാമത്തെ പ്രാവശ്യം ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നത്? ഞാൻ ഈ ഗോദാവരിയിലാണ് ഞാൻ താമസിക്കുന്നത്. സുധാകരനും അടൂർ പ്രകാശും ഇവിടെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ സുധാകരനെ കാണാൻ വരുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്നോട് ചോദിക്കരുത്. കാരണം സുധാകരൻ ഇവിടുത്തെ ഈ ഗോദാവരി ഫ്ലാറ്റിലുണ്ട്. ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നും ഒളിക്കാനില്ലാത്ത ഒരാളായിട്ടാണ് ഞാൻ. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മാത്രമാണ് മത്സരിക്കുന്നില്ല എന്ന് ഇത്തവണ പരസ്യമായി പറഞ്ഞത്. പല MP മാരും മത്സരമോഹവുമായി നടക്കുകയാണ്. അല്പസമയം മുമ്പ് ഒരു തോൽക്കാൻ സാധ്യതയുള്ള സീറ്റ് കോഴിക്കോട്ടെ സ്ഥിരമായി തോറ്റുകൊണ്ടിരിക്കുന്ന സീറ്റിൽ പോലും മത്സരിച്ച് ജയിക്കാൻ കേൾപ്പുണ്ട് എന്ന് MK രാഘവൻ പറയാതെ പറയുകയും ചെയ്തു. അപ്പോൾ കൂടുതൽ MP മാർ സമ്മർദ്ദമായി രംഗത്തേക്ക് വരികയാണോ? ഞാൻ ബിനു എൻ്റെ ആദ്യത്തെ നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ഞാൻ മത്സരിക്കാനില്ല. മാത്രമല്ല പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ഒരിക്കലും മത്സരിക്കാൻ അവസരം കൊടുക്കരുത്. അപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് അവസരം കൊടുക്കാൻ തയ്യാറായാൽ രണ്ടാമത്തെ ആൾ വരും, മൂന്നാമത്തെ ആൾ വരും. അത് പാർട്ടിയുടെ മുഴുവൻ പ്രതിച്ഛായയും ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യമായി ഈ മുന്നറിയിപ്പ് പാർട്ടിക്ക് കൊടുത്തത്. ഒരു കാരണവശാലും MP മാരെ പരിഗണിക്കരുത്. അവരുടെ ജോലി എന്ന് പറയുന്നത് അവരുടെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വരുന്ന അസംബ്ലിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. ആ ദൗത്യമാണ് അവർ ഏറ്റെടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഒറ്റ കാര്യം പറയാം. ഈ തർക്കമുണ്ട് എന്ന് പറയുന്ന MP മാർ മത്സരിക്കണമെന്ന് പറയുന്ന ഈ 2 മണ്ഡലങ്ങൾ, അതായത് ഒഴിച്ചിട്ടിരിക്കുന്ന കോന്നിയും കണ്ണൂരും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പ്രശ്നം തീർന്നല്ലോ. പിന്നെ അവരൊരിക്കലും ഇവിടെ സ്ഥാനാർത്ഥിത്വം വേണമെന്ന് പറഞ്ഞ് നിൽക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ഹൈക്കമാൻഡ് കുഴപ്പമാണോ? നിങ്ങൾ ചുമ്മാ എന്നെ വീട്ടിലാക്കണ്ട, ഹൈക്കമാൻഡ് കുഴപ്പമാണെന്ന് ചോദിച്ചാൽ. അപ്പം നിങ്ങൾക്ക് ദോഷൈക ദൃക്കുകൾക്ക് എന്ത് വേണേലും പറയാം. പക്ഷേ ഞാൻ പറയുന്നു, ഇന്ന് ഇപ്പോൾ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതോടുകൂടി എല്ലാ വിഷയങ്ങളും അവസാനിക്കും. പിന്നെ അല്ല, ഇപ്പോൾ ഒരു MP കൊടുത്താൽ പിന്നെ രണ്ടാമത്തെ MP വരും, രണ്ടാമത്തെ MP കൊടുത്താൽ മൂന്നാമത്തെ MP വരും. ആ MP മാരുടെ ആഗ്രഹങ്ങൾക്ക് തിരശ്ശീല വീഴണമെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടിയന്തരമായി നടത്തിയാൽ അതോടുകൂടി തീരുമല്ലോ. ഞാൻ പറഞ്ഞു, സുധാകരൻ ഈ ഗോദാവരി ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾക്ക് ഉത്തരവ് എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. ഞാൻ അദ്ദേഹത്തെ പോലൊരു വലിയ മനുഷ്യനെ സ്വാന്തനിപ്പിക്കാൻ പോകേണ്ട ഒരാളല്ല. അദ്ദേഹം കണ്ണൂർ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ പിന്നെ ഞാൻ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് സീറ്റ് കൊടുക്കരുത് എന്ന് പറഞ്ഞ ഒരു MP ആകുമ്പോൾ സ്വാഭാവികമായി എന്നെ കാണുന്നത് അദ്ദേഹത്തിന് ചതുർത്ഥി കാണുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ അദ്ദേഹത്തെ കാണുന്നില്ല. പക്ഷേ ഇന്ന് നിങ്ങൾ കാസർഗോഡിനെ സംബന്ധിച്ച് ചില വാർത്തകൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ ശുപാർശ ചെയ്ത ചില സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ ഇന്ന് ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അടിസ്ഥാനരഹിതമാണ്. ഞാൻ കാസർഗോട്ടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടപെട്ടിട്ടില്ല. 2019 കാസർഗോട്ട് മത്സരിച്ച് 40,438 വോട്ടിന് ജയിച്ച ഒരു MP ഞാൻ. ആ മണ്ഡലം പൊന്നുപോലെ ഞാൻ നഴ്സ് ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആധിപത്യമുള്ള ആ മണ്ഡലം, പണ്ട് നെഹ്റുവിനെ പോലും വെല്ലുവിളിക്കാൻ AK ഗോപാലിന് ആത്മധൈര്യം കൊടുത്ത ആ മണ്ഡലം, ആ മണ്ഡലത്തിൽ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ജയിക്കുമ്പോൾ 1,649 വോട്ടിനാണ് ഞാൻ ജയിച്ചത്. ഇന്നും ഞാൻ പറഞ്ഞോട്ടെ, ഇന്നും ഞാൻ ആ മണ്ഡലം പൊന്നുപോലെ നോക്കുന്നുണ്ട്. ആ മണ്ഡലത്തിൽ എന്നെ അപമാനിച്ച, അവഹേളിച്ച, അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ആരെങ്കിലുമാണ് സ്ഥാനാർത്ഥിയായി വരുന്നതെങ്കിൽ അതിൻ്റെയൊക്കെ വിനാശകാലേ വിപരീത ബുദ്ധി എന്നേ എനിക്ക് പറയാനുള്ളൂ. അല്ല, ഞാൻ ഉദ്ദേശിച്ചൊക്കെ എല്ലാവർക്കും അറിയാം, ആർക്കും അറിയാം. അല്ല, നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, എന്നെ അപമാനിച്ച, അവഹേളിച്ച, അപകീർത്തി നടത്തുന്ന, പാർട്ടി പ്രവർത്തനം നടത്തുന്ന, കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി എതിർക്കുന്ന ഒരാളിന്, അതാരോ ആയിക്കോട്ടെ, സീറ്റ് കൊടുത്താൽ അത് ഒരിക്കലും
ഈ മുന്നണിയുടെ വിജയത്തിന് ഉതകുന്ന ഒന്നായിരിക്കില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. മനസ്സിലാകാത്ത അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതെ ശ്രമിക്കണ്ട. സ്ഥാനാർത്ഥിത്വം പാളി എന്നാണോ പറയുന്നത്? ഞാൻ പറഞ്ഞില്ലല്ലോ പാളിയെന്ന്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് എന്നെ കഴിഞ്ഞ കുറേ കാലമായി അപമാനിക്കുന്ന, അവഹേളിക്കുന്ന, അപകീർത്തിപ്പെടുത്തുന്ന, പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളെ ഒരിക്കലും പട്ടികയിൽ പരിഗണിക്കാൻ പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പരിഗണിച്ചു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? പരിഗണിക്കാൻ പാടില്ല. ഒരു ചോദ്യം, ഇപ്പോൾ പരസ്യമായി പ്രതിഷേധിച്ച് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അടക്കം വൈകാരികമായി പ്രതികരിച്ച് കെ സുധാകരനാണ് പ്രത്യക്ഷത്തിലുള്ളത്. പക്ഷേ ഇതിന്റെ ബാക്ക് ഡോറിലൂടെ അടൂർ പ്രകാശും ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അടൂർ പ്രകാശ് നോ ഡ്യൂസ് സർട്ടിഫിക്കറ്റ് വാങ്ങി ശിവഗിരി മഠത്തെ അടക്കം ഇടപെടുത്തുന്നു. ഇതൊക്കെ നല്ല നീക്കങ്ങളായി കാണുന്നുണ്ടോ? ഒരു MP, താങ്കൾ പറയും MP മാർ ആ മണ്ഡലങ്ങളെയാണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ടെന്യൂർ അവർ ഇവിടെ സർവീസ് ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ ഇതല്ലല്ലോ നടക്കുന്നത്. രണ്ടുപേര് കൃത്യമായി ആസൂത്രണം ചെയ്തുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. ശിവഗിരി മഠം ആർക്കും വേണ്ടിയും രംഗത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശിവഗിരി മഠത്തിൻ്റെ പേര് പല ആളുകൾ ഉപയോഗിക്കുകയാണ്. ഒരു കാരണവശാലും ശിവഗിരി മഠം ഇന്നാരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത്, ഞാൻ കേട്ടത് എന്താണ്? ശ്രീ മുല്ലപ്പള്ളി രാമേന്ദ്രൻ, ശ്രീ കെ സുധാകരൻ, അടൂർ പ്രകാശിനെ പരിഗണിക്കണമെന്ന് അവർ പറഞ്ഞേ. അപ്പോൾ പരിഗണിക്കുന്നെങ്കിൽ 3 പേരെയും പരിഗണിക്കണേ. ശിവഗിരി മഠം പറഞ്ഞ അനുസരിച്ചിട്ടാണ് സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നതെങ്കിൽ 3 പേരെയും പരിഗണിക്കണമല്ലോ. ഈ സഭ ഇടപെടുന്നു, അതുപോലെ തന്നെ ഈ ശിവഗിരി പോലുള്ള SNDP പോലുള്ള സമുദായ നേതൃത്വങ്ങൾ ഇടപെടുന്നു. ഇതൊക്കെ കോൺഗ്രസിനെ വല്ലാണ്ടങ്ങ് സമ്മർദ്ദപ്പെട്ട് ഇവരാരും CPM-ന്റെ പട്ടികയിലൊന്നും ഇടപെട്ട് കണ്ടതുമില്ലല്ലോ. അല്ല, ഞാൻ സഭ ഇടപെടുന്ന വിവരമൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ പാർലമെൻറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ കഴിയുന്ന ഒരാളാണ്. കേരളത്തിൽ ആരെയൊക്കെ സമ്മർദ്ദത്തിലാക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാനാകില്ല. കാസർഗോട്ടെ സ്ഥാനാർത്ഥിത്വമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടുണ്ടോ? അല്ല, MP എന്ന നിലയ്ക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട ആരും എന്നോട് ചർച്ച നടത്തിയിട്ടില്ല. ഒരു കാര്യം കൂടി, പുതുമ സീറ്റ് താങ്കൾക്ക് ലഭിച്ചിരുന്നത് വിജയിക്കുമായിരുന്നൊരു ഒരു സർവേ ഉണ്ട്. അല്ല, കഴിഞ്ഞ 2 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും 2019 ഉദുമയിൽ എനിക്ക് ലീഡായിരുന്നു. 10,000 വോട്ടിന് മേളിൽ ലീഡാണ്. ഇത്തവണയും എനിക്ക് ലീഡാണ്. മാത്രമല്ല, കാസർഗോഡ് 5 പാർലമെൻറ്റ് മണ്ഡലത്തിൽ 2 ലീഗിന് അതിശക്തമായ മണ്ഡലമാണ്. അവിടുത്തെ എൻ്റെ ഭൂരിപക്ഷം അൺകൗണ്ടബിളാണ്. കാര്യം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഭൂരിപക്ഷമാണ്. 35,000 മേളിലാണ്. പക്ഷേ മറ്റു 3 മണ്ഡലങ്ങളായ ഉദുമയിലും കാഞ്ഞങ്ങാട്ടും തൃക്കരിപ്പൂരിലും എനിക്ക് 10,000-ൽ അധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി. തൃക്കരിപ്പൂര് ഞാൻ നിന്നാൽ ജയിക്കും, പിന്നെ കാഞ്ഞങ്ങാട്ട് നിന്നാലും ജയിക്കും, ഉദുമ നിന്നാലും ജയിക്കും. ആ വിജയസാധ്യതയുള്ള MP-യാണ് പറഞ്ഞത്, എനിക്ക് ഇന്ന് പാർലമെൻറ്റ് അംഗത്വമുണ്ട്, അതിൽ ഞാൻ പരിപൂർണ സംതൃപ്തനാണ്. ആ സംതൃപ്തിയിൽ ഇനി 3.5 കൊല്ലം കൂടി എനിക്കുണ്ട്. ആ 3.5 കൊല്ലവും അവിടെ എന്നെ ജയിപ്പിച്ച് ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം വിട്ട് മറ്റൊന്നിലേക്ക് പോകാൻ ഞാനില്ല. ആർക്കെതിരെ? നിങ്ങൾ ചുമ്മാ വ്യക്തികളുടെ പേര് പറയാതെ എന്തിനാ വ്യക്തികളുടെ പേര്? ഞാൻ പറയട്ടെ, ഞാനിവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്തിനാ ഒരു വ്യക്തിയെ കോട്ട് ചെയ്യുന്നേ? നോ, ഞാൻ പറഞ്ഞത് ഈ നിൽക്കുന്ന ചാനലുകൾക്കെല്ലാം മനസ്സിലായി, റിപ്പോർട്ടിനൊഴിച്ച്. ഏതാണ്? ബിഗ് TVക്ക് ഒഴിച്ച്, നിങ്ങൾക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും, ഈ കളർ കണ്ടാൽ ഞാൻ റിപ്പോർട്ടർ എന്ന് പറഞ്ഞു, നിങ്ങളൊഴിച്ച് ബാക്കി എല്ലാവർക്കും മനസ്സിലായി. അല്ല, അത് വെല്ലുവിളിച്ച ആരാ? നിങ്ങൾ കാസർഗോട്ടെ ജനങ്ങളോട് ചോദിക്കുക. അവിടുത്തെ മാധ്യമം, നിങ്ങൾ ബിഗ് ടിക്ക് കാസർഗോട്ട് ബ്യൂറോ ഉണ്ടല്ലോ, അവരെ വിളിച്ച് ചോദിക്കുക ആരാന്ന്. അല്ല, ഞാൻ എൻ്റെ വായിന്ന് പറയില്ല. താങ്കൾ പറഞ്ഞ വാർത്തകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതിനാണോ ഈ കള്ളത്തരം നിങ്ങളൊക്കെ പറയുന്നത്? ഏത് പറഞ്ഞു? ഞാൻ നിങ്ങളെ ആക്ഷേപിച്ച്? ഞാൻ നിങ്ങളോട് പറയാം, മാധ്യമ പ്രവർത്തകർക്ക് എന്ത് ചോദ്യവും ചോദിക്കാം. പറയട്ടെ, എനിക്ക് അസഹിഷ്ണുതയൊന്നുമില്ല. ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ആ മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അസഹിഷ്ണുതപ്പെട്ടിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. നിങ്ങളെ ഇത്രയും ദിവസം നിങ്ങളുടെ കാവലിരുന്ന് ആരെ കാണാനാ? പക്ഷേ എന്നും ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നുണ്ട്. മാധ്യമ പ്രവർത്തകരിൽ നിന്ന് ഒരു കാലത്ത് ഒളിച്ചോടിയിട്ടുള്ള പാരമ്പര്യം എനിക്കില്ല. ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത് കോഴിക്കോട് MP-യായ MK രാഘവന്റെ പ്രതികരണമാണ്. MK രാഘവനും കെ സുധാകരനെ മത്സരിപ്പിച്ചാൽ
തനിക്കും അപ്രകാരം ഒരു ആഗ്രഹമുണ്ട് എന്ന തരത്തിൽ MK രാഘവൻ പറയുന്നത് കേൾക്കുക. അല്ല കുടി സംസാരിച്ചു. അല്ല അദ്ദേഹം പിന്നെ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, സംസാരിച്ചു. അപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം അതിൻ്റെ അകത്ത്. ഞാൻ കോഴിക്കോട്ടെ 13 സീറ്റുകളെയും UDF സ്ഥാനാർത്ഥികൾ ജയിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം, നമ്പർ 1. നമ്പർ 2, ഞാൻ ഒരിക്കലും സീറ്റ് ചോദിച്ചിട്ടില്ല. ഞാൻ സ്ക്രീനിംഗ് കമ്മിറ്റി മിസ്ത്രി എന്നെ വിളിപ്പിച്ചിരുന്നു. ഞാൻ ഒരിക്കലും എനിക്ക് മത്സരിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടില്ല ഒന്നും. ഞാൻ ഇതുമായി ഒരു കത്ത് നൽകിയിട്ടില്ല. പക്ഷെ എന്നോട് ഇങ്ങോട്ട് ലീഡേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്നുമല്ല, തോൽക്കുന്ന സീറ്റ് എടുത്ത് മത്സരിച്ച് ജയിക്കണം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഉണ്ടാക്കാൻ എണ്ണം കൂട്ടണം. മനസ്സിലായില്ലേ? ഇത് തോൽക്കുന്ന സീറ്റുകൾ എന്നാ പറഞ്ഞു. അപ്പൊ ലീഡർഷിപ്പിന്റെ തീരുമാനമാണ് ആ കാര്യം. അതല്ലാതെ ഞാൻ ഇപ്പം അതിനെക്കുറിച്ച് ആരെ പേരും പറയുന്നില്ല. അതുകൊണ്ട് എനിക്കിനി 3 വർഷങ്ങൾ ഞാൻ കംഫർട്ടാണ്, മനസ്സിലാക്കിക്കൊള്ളണം. എനിക്കതിന് 3 വർഷം കൂടിയുണ്ട്, മനസ്സിലാക്കിക്കൊള്ളണം. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഒരു സീറ്റിന് വേണ്ടി ഒരിക്കലും ചോദിച്ചിട്ടില്ല. പറയേണ്ടത് ഞാൻ സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാനോട് പറയേണ്ടത്, മനസ്സിലാക്കിക്കൊള്ളണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞെന്താ, വിന്നബിലിറ്റി ഉള്ളവർക്ക് നിങ്ങൾ കൊടുക്കണം. ഗവൺമെൻറ് തിരിച്ചു വരണം, UDF ഗവൺമെൻറ് ഉണ്ടാകണം. അതിന് വിന്നബിലിറ്റി പ്രധാനപ്പെട്ട ഘടകമായിരിക്കണം, മറ്റു പരിഗണന പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ആരോട് ആവശ്യപ്പെട്ടിട്ടില്ല. എന്നോട് ഇങ്ങോട്ട് പറഞ്ഞവരുണ്ട്, തോൽക്കുന്ന സീറ്റ് എടുത്ത് ജയിക്കാൻ കഴിയുമോ അത് ആലോചിക്കണം. അതായിരിക്കും എന്ന് പറഞ്ഞാൽ ഒന്ന് ജയിച്ചാൽ അത്ര കൂടി, മനസ്സിലാക്കിക്കൊള്ളണം. ഒരെണ്ണം UDFന് വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ പറയാം, എന്നെ ബന്ധപ്പെടുത്തിയുള്ള വാർത്തകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. വ്യക്തിപരമായി എനിക്ക് 3 വർഷം കൂടിയുണ്ട്. ഞാൻ കംഫർട്ടാണ്. ഞാൻ ഇതിൻ്റെ പുറകെ പോകേണ്ട യാതൊരു കാര്യമില്ല. അതുകൊണ്ട് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് UDFനെ തിരിച്ചു കൊണ്ടുവരിക അധികാരത്തിൽ. അതിന് കോഴിക്കോട് ജില്ലയിലെ 13 സീറ്റുകൾ ജയിപ്പിക്കുന്നതാണ് എൻ്റെ ലക്ഷ്യം. ഇപ്പൊ സുധാകരന്റെ സാഹചര്യം, സുധാകരനുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. എന്താണ് സുധാകരൻ എന്താണ് പറഞ്ഞത്? അല്ല ഞാൻ പറഞ്ഞല്ലോ, തോൽക്കുന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ഒരുപാട് വർഷമായി കോൺഗ്രസിന് MLA-മാരല്ല. UDFന് ഒരു MLA ഉള്ളപ്പോൾ ഒരു MLA RMP ആണ്. അപ്പോൾ സ്വാഭാവികമായും മലബാറിൽ UDFന് കൂടുതൽ സീറ്റുകൾ കിട്ടാവുന്ന ഒരു ജില്ല കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് തോൽക്കുന്ന സീറ്റുകൾ ജയിച്ചെടുക്കണം. അപ്പോൾ അത്തരം ഒരു ഘട്ടം വന്നാൽ നിൽക്കേണ്ടി വരും എന്നാണ് എനിക്ക് ഒരു സിമ്പിൾ ചോദ്യം. MP-മാർ മത്സരിക്കണോ വേണ്ടയോ? MP-മാർ മത്സരിക്കേണ്ട സാഹചര്യം അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട വിഷയമാണ്. മനസ്സിലാക്കണം. അല്ല ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ആശ്രയിച്ച് നിൽക്കുന്ന കാര്യമാണ്. കേരളത്തിൽ കോൺഗ്രസ് UDF തിരിച്ചു വരാൻ ഏതൊക്കെയാണ് വളരെ ഗുണപരമായി മാറുന്ന കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾക്കായിരിക്കണം തീരുമാനമെടുക്കുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. അങ്ങനെയാണെങ്കിൽ ആ തീരുമാനത്തിന് കാത്തൂടെ? ഇങ്ങനെ വലിയ പ്രതിഷേധം ഉയർത്തേണ്ട സാഹചര്യം ഉണ്ടോ? അല്ല ഞാൻ പറഞ്ഞല്ലോ, എല്ലാം കോൺഗ്രസ് ഹൈക്കമാൻഡ് ആശ്രയിച്ച് നിൽക്കുന്ന കാര്യമാണ്, മനസ്സിലാക്കിക്കോളാം. ഇല്ല എനിക്കതിന് യാതൊരു പ്രശ്നമില്ല. എന്താണെന്നറിയൂ, ഞാൻ പാർട്ടിക്കാരനാണ്. എന്റെ ലക്ഷ്യം UDFനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. കോഴിക്കോട്ടെ 13 സീറ്റിൽ ജയിപ്പിക്കാൻ ലക്ഷ്യം. അതിനാണ് ഞാൻ ശ്രമിക്കാൻ വേണ്ടി പോകുന്ന മറ്റൊന്നും വിഷയമല്ല. സുധാകരനുമായി സംസാരിച്ചിട്ടുണ്ട്. സുധാകരൻ പാർട്ടിക്ക് വഴങ്ങുമോ അതോ സുധാകരൻ കടുത്ത നിലപാടിലേക്ക് നീങ്ങുമോ? പാർട്ടിയാണല്ലോ വലുത്. അപ്പൊ പാർട്ടിയാണല്ലോ വലുത്, വ്യക്തിയല്ലല്ലോ. അല്ല പാർട്ടി, ഞാൻ പറഞ്ഞുതരാം, കോൺഗ്രസ് ഹൈക്കമാൻഡാണ് എല്ലാ തീരുമാനം എടുക്കേണ്ടത്, മനസ്സിലാക്കിക്കോളും. അപ്പോ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്തു പറയുന്നു എല്ലാവർക്കും ബാധകമാണ്. ഞാൻ പറഞ്ഞല്ലോ, അതിലെല്ലാം വന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ പാർട്ടിക്കാർക്ക് എല്ലാവർക്കും ബാധകമാണ്. രണ്ട് കാര്യങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ടത്. സുധാകരനും അടൂർ പ്രകാശും ഒരു ശകലം പോലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല. രാഘവേട്ടൻ പറയുന്ന ഈ പോയിന്റ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എല്ലാ MP-മാരും എല്ലാ നേതാക്കളും, സംസ്ഥാന നേതാക്കളും പറയുന്നതാണ് ഹൈക്കമാൻഡാണ് തീരുമാനം എടുക്കേണ്ടതെന്നുള്ള. ഹൈക്കമാൻഡിന്റെ തീരുമാനം MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ളതാണെന്ന് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു. പിന്നീട് എന്തിനാണ് ഈ തർക്കം? അല്ലെങ്കിൽ ഞാൻ ചോദിച്ചത്, സുധാകരൻ ഒരു വലിയ പൊട്ടിത്തെറിയോടുകൂടി
പുറത്തു വരാനുള്ള ഒരു സാധ്യതയുണ്ടോ, അതോ പാർട്ടിയെ വെല്ലുവിളിക്കാൻ അദ്ദേഹം സജ്ജമാണ്? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇത്തരം കാര്യങ്ങളിൽ യുക്തിപൂർവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തും. അത് ഏത് വിഷയമാണെങ്കിലും പരിഹരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിന് കണ്ണൂരിൽ മത്സരിക്കാനുള്ള അനുവാദം കൊടുക്കുമെന്നുള്ളതാണോ പ്രതീക്ഷ? ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനം എടുക്കേണ്ടത്. മനസ്സിലായില്ലേ? രണ്ട് എംപിമാർക്കുള്ള ഉണ്ടാവുമോ? ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം എനിക്കെങ്ങനെ പറയാൻ സാധിക്കും? ഞാൻ മനസ്സിലാക്കോളൂ. കണ്ടതാണല്ലോ, അദ്ദേഹത്തിന്റെ നിലപാടുണ്ട്, അദ്ദേഹം അയയുമോ? ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുക്കുന്നു ആ തീരുമാനം എല്ലാവർക്കും ബാധകമാണ്. മനസ്സിലായില്ലേ? ഈ KC വേണുഗോപാൽ രാജ്യസഭ വെച്ച് ലോക്സഭയിൽ എണ്ണം കൂട്ടാൻ വേണ്ടി കേരളത്തിലേക്ക് മത്സരിക്കാൻ പോയി. സ്വാഭാവികമായിട്ടും നിയമസഭയിലേക്ക് എംപിമാർ മത്സരിക്കുന്നതിൽ എന്താ തെറ്റ്? അതിനെക്കുറിച്ച് അങ്ങനെ KC വേണുഗോപാൽ രാജ്യസഭ രാജിവെച്ചിട്ടാണ് ലോക്സഭയിൽ എണ്ണം കൂട്ടാൻ. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം തീരുമാനം ആശ്രയിക്കുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാട് വെച്ചുകൊണ്ടാണ്. അപ്പൊ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അന്തിമമായി എല്ലാ തീരുമാനം എടുക്കുന്നത്. ഇത്രയും കുളം കലക്കിയിട്ട് ഹൈക്കമാൻഡാണ് തീരുമാനം എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അല്ല, അങ്ങനെ ഒരു വിഷയമില്ലല്ലോ. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇത് തീരുമാനം വന്നില്ലല്ലോ. കോൺഗ്രസ് ഹൈക്കമാൻഡാണല്ലോ അവസാനം തീരുമാനം. ഞാൻ എന്റെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഞാനിതിന്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാനിതിന്റെ അകത്ത് സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നെ വിളിപ്പിച്ചപ്പോൾ, മിസ്ത്രിജി വിളിച്ചപ്പോൾ ഞാൻ ആകെ പറഞ്ഞൊരു വാക്ക്, വിന്നബിലിറ്റി ഉള്ളവർക്ക് നിങ്ങൾ കൊടുക്കണം, വേറെ ഒരു മാനദണ്ഡം നിങ്ങൾ വെക്കരുത്. ഒന്നുമില്ല അങ്ങനത്തെ ചർച്ചയിൽ ഞാൻ പോയിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഞാൻ എനിക്ക് വേണ്ടി ഒരിക്കലും ഒരാളും കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെടുക ഒന്നും ചെയ്തിട്ടില്ല. അത് നിങ്ങൾ ഉണ്ടാക്കുന്ന സൃഷ്ടിയല്ലേ നിങ്ങൾ ഏതോ? അതെ അതെ അതെ. ഒരു വാർത്താ സമ്മേളനം സുധാകരൻ നടത്തുമോ? വാർത്താ സമ്മേളനം നടത്താനുള്ള സാധ്യതയുണ്ടോ? അത് പിന്നെ അദ്ദേഹത്തെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. അല്ല, അത് അദ്ദേഹത്തിന് അടുത്ത തീരുമാനത്തിലേക്ക് പോകരുതെന്ന് താങ്കൾ പറഞ്ഞു. അല്ല, ഞാൻ അത് അദ്ദേഹത്തെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ് കേട്ടോ. ഏതായാലും അല്ല, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വിഷയവും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഞാൻ 4 വർഷം 4 തവണ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. ഞാൻ 538 വോട്ടിൽ നിന്ന് 838 വോട്ടിൽ നിന്ന് 1,46,000 വോട്ട് ഭൂരിപക്ഷം 4ാമത്തെ തവണ ഉണ്ടാക്കിയ ഒരാളാണ്. 4 തവണ ആ മണ്ഡലം നിലനിർത്തിയ ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായും എനിക്കിനി 3 വർഷം കൂടിയുണ്ട്. ഞാൻ വളരെ കംഫർട്ടബിൾ. ഈ BJP LDFും BJPയും പ്രചാരണം വളരെ ശക്തമായി തുടങ്ങിക്കഴിഞ്ഞു, വളരെ സജീവമായി തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളിപ്പോഴും സ്ഥാനാർത്ഥികളുടെ പേരിൽ ഇങ്ങനെ തർക്കം അല്ലെങ്കിൽ തമ്മിലടി നിൽക്കുകയാണ്. ഇത് പുറത്തുണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണെന്ന് നേതൃത്വം ചിന്തിക്കുന്നുണ്ടോ, നേതാക്കൾ ചിന്തിക്കുന്നുണ്ടോ? എല്ലാ കാലത്തും ഇങ്ങനെ ഉണ്ടാകാറുണ്ട്, മനസ്സിലാക്കൊള്ളാം. ഇത് ഒരു പുത്തൻ അനുഭവമല്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിനെ പലപ്പോഴും ഇങ്ങനെ ഉണ്ടായിട്ട് 10 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ട് ഒരു ലിസ്റ്റ് പോലും നിങ്ങൾക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണ ഞാൻ പറഞ്ഞു, ഇത്തവണ ഏതായാലും UDF തിരിച്ചു വരെ സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും പാർട്ടിക്ക് അതീതരല്ല, പാർട്ടിക്ക് വിധേയരാണ്. മനസ്സിലായിക്കൊള്ളും. അതുകൊണ്ട് സുധാകരനാണെങ്കിലും ഞാനാണെങ്കിലും ആരാണെങ്കിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്തു പറയുന്നു അതാണ് ഞങ്ങളുടെ അവസാനത്തെ വാക്ക്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.